സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് മുരളി തുമാരകുടി. KECBയുടെ ഡേറ്റ ഉപയോഗിച്ച് ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക നില അളക്കാൻ സാധിക്കും. അതായത് ഒരു കസ്റ്റമറുടെ കഴിഞ്ഞ 10 വർഷത്തെ വൈദ്യുതി ഉപയോഗം പരിശോധിച്ചാൽ അവരുടെ സാമ്പത്തിക നില മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഏകദേശ കണക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുരളി തുമാരകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: KECBയിലെ ബി നിലവറ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ പരിശോധിച്ച് അവിടുത്തെ ശതകോടികൾ വില വരുന്ന സ്വർണത്തിന് കണക്കെടുത്തപ്പോൾ ഇനിയും തുറക്കാതെ ബാക്കി വെച്ചതാണ് ബി നിലവറ. ഇപ്പോഴുള്ളതിനേക്കാൾ അമൂല്യമായ നിധികൾ അവിടെ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷ. അതവിടെ നിൽക്കട്ടെ. എയുടെ കാലത്ത് ഡേറ്റയാണ് ഏറ്റവും അമൂല്യമായത്. അതുകൊണ്ടാണ് ഡേറ്റ ഈസ് ദി ന്യൂ ഓയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഡേറ്റയെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അത് ശേഖരിക്കണം. പിന്നീട് ശേഖരിക്കുന്നത് എളുപ്പത്തിൽ കൈമാറാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ ആകണം. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന് 1 കോടി ഡൊമസ്റ്റിക് കണക്ഷനുകൾ ഉണ്ടെന്നാണ് ഇന്റർനെറ്റ് പറയുന്നത്. കേരളം സമ്പൂർണ്ണമായി വൈദ്യുതി വൽക്കരിക്കപ്പെടുന്നത് കൊണ്ട് എല്ലാ വീടുകളിലും ഫ്ളാറ്റുകളിലും അവരുടെ ഉപഭോക്താക്കളായി മാറും. അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മാസമുള്ള കണക്കുകൾ KECBയുടെ കയ്യിലുണ്ട്. അതായത് ആരാണ് കൃത്യസമയത്ത് ബില്ലടയ്ക്കുന്നത്, ആരാണ് സമയത്തിന് മുൻപ് ബില്ലടയ്ക്കുന്നത്, ആരാണ് കുടിശ്ശിക വരുത്തുന്നത്, ആരുടെ കണക്ഷനാണ് ഇടയ്ക്ക് കട്ട് ചെയ്യുന്നത് തുടങ്ങിയ കണക്കുകൾ കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായിട്ട് ഉണ്ട്. നമ്മുടെ വൈദ്യുതി ഉപയോഗം നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കുടുംബത്തിലെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ ഗൃഹോപകരണങ്ങൾ ഉണ്ടാകാം. AC വരുന്നു, വീടുകൾ തന്നെ വലുതാകുന്നു, ഗാർഡൻ, ഫൗണ്ടെയിൻ എന്നിങ്ങനെ. അപ്പോൾ കസ്റ്റമറുടെ കഴിഞ്ഞ 10 വർഷത്തെ വൈദ്യുതി ഉപയോഗം പരിശോധിച്ചാൽ അവരുടെ സാമ്പത്തിക നില മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഏകദേശ കണക്ക് കിട്ടും. ഇത് നമുക്ക് പലതരത്തിൽ ഉപയോഗപ്രദമാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്റർനെറ്റിലൊക്കെ നമ്മൾ എന്ത് വായിക്കുന്നു എന്നതനുസരിച്ച് നമ്മുടെ ഫീഡിൽ ഓരോ പരസ്യങ്ങൾ വരാറുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങി ഇറങ്ങിയാൽ അടുത്ത ദിവസം തന്നെ പച്ചക്കറിയുടെ പരസ്യം വരും. ഇതൊക്കെ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചുള്ള കളിയാണ്. ഇതുകൊണ്ടാണ് ഡേറ്റ ഇത്ര സാമ്പത്തിക മൂല്യം ഉള്ളതാകുന്നത്. വൈദ്യുതിയുടെ ഉപയോഗം അനുസരിച്ച് ചൂടുകാലമാകുമ്പോൾ ഫാൻ ആണോ AC ആണോ ഒരാൾ വാങ്ങാൻ സാധ്യത ഉള്ളതെന്ന് നിർമ്മിത ബുദ്ധിക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയും. ആരാണ് സോളാർ പാനൽ സ്ഥാപിക്കാൻ കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ആർക്കായിരിക്കും അവ കൂടുതൽ ഉപയോഗപ്രദം, ഇതൊക്കെ നിർമ്മിത ബുദ്ധിക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെയധികം വൈദ്യുതി ഉപയോഗമുള്ള ഒരു കസ്റ്റമർ ഉണ്ടെന്ന് കരുതുക. അവർ നികുതിദായകരുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കാവുന്ന ഒന്നാണ്. വീടുകളിൽ ഉണ്ടാക്കപ്പെടുന്ന ഖരമാലിന്യത്തിന്റെ അളവ് കുടുംബത്തിന്റെ വൈദ്യുതി ഉപയോഗവുമായി കാര്യകാരണ ബന്ധം ഇല്ലെങ്കിലും ബന്ധപ്പെടുത്താവുന്ന ഒന്നായിരിക്കും. സാമ്പത്തികമായ ഉപയോഗം മാത്രമല്ല ഇതിനുള്ളത്. KECB വിചാരിച്ചാൽ ഓരോ ഉപഭോക്താവിന്റെയും ലൊക്കേഷൻ GPS വഴി മാപ്പ് ചെയ്യാൻ പറ്റും. വീട്ടിൽ റീഡിംഗ് എടുക്കുമ്പോൾ മീറ്ററിന്റെ ഒരു ഫോട്ടോ എടുത്ത് കസ്റ്റമർ നമ്പറുമായി ബന്ധിപ്പിച്ചാൽ മാത്രം മതി. കേരളത്തിലെ പ്രളയം ഉൾപ്പെടെയുള്ള ഏതൊരു ദുരന്ത സാധ്യതയും ഓരോ പ്രദേശങ്ങൾക്കും എങ്ങനെയാണെന്ന് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വിവരം വീടുകളുടെ ലൊക്കേഷനുമായി ബന്ധിപ്പിച്ചാൽ ഓരോ വീടിരിക്കുന്നിടത്തും ഉള്ള അപകട സാധ്യതകൾ എളുപ്പത്തിൽ മാപ്പ് ചെയ്യാം. ഇത് ദുരന്ത നിവാരണക്കാർക്ക് തൊട്ട് ഇൻഷുറൻസുകാർക്കും ബാങ്കുകാർക്കും ഗുണമുള്ള കാര്യമാണ്. എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിന് നിയമങ്ങളും നിയന്ത്രണങ്ങളും കണ്ടേക്കാം. അത് ശരിയുമാണ്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സർക്കാരിന്റെ കയ്യിലുള്ള ഡേറ്റ എല്ലാം ഒരുമിച്ചൊരു കുടക്കീഴിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് എല്ലാവർക്കും ഏറെ ഗുണകരമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അത് വളരെ വില പിടിച്ചതാണ് സാമ്പത്തികമായി. തുറക്കാതെ വെച്ചിരിക്കുന്ന ബി നിലവറ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല സർക്കാരിലുമുണ്ട്.